വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിന്റെ വാപ്പ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെറുതെ കുറിച്ച് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് കുറച്ച് ദൂരം വരെ പോവുകയാണ്. ഞങ്ങള് കോയമ്പത്തൂര് പോവുകയാണ്. അപ്പൊ എന്റെ ഇന്നത്തെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഇത് ഞങ്ങൾ കല്യാണത്തിന് തലേ ദിവസം ഇടാൻ എടുത്തതാണ്. പക്ഷെ ഞാൻ ഇന്ന് ഇട്ടു. ആരെയിപ്പൊ ശ്രദ്ധിക്കണ്? ഇതാ കല്യാണത്തിന്റെ കമ്മല്, പിന്നെ അങ്ങനെ കുറച്ച് ഞാൻ ഒരു സാധനം കാണിച്ചത് എനിക്ക് എൻ്റെ വാപ്പ കൊണ്ടുവന്നത്. ഒറിജിനൽ കാസിയോ എൻ്റെ വാച്ച് കണ്ട. പിന്നെ എൻ്റെ വാപ്പി എൻ്റെ അമ്മയും പറഞ്ഞു പോകുമ്പോ മുട്ടായി എല്ലാതും എടുത്തോളയും. അപ്പൊ അതാ ഒരു കുപ്പി വെള്ളം എടുത്തുക്കണു. പിന്നെ ഇതിൽ നേരത്തെ പിസ്റ്റിയും അടിയിൽ അണ്ടിപ്പരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ചധികം മുട്ടായി ഉണ്ട്. അപ്പം നമുക്കിതൊക്കെ തിന്നിട്ട് പോണ ഒരു വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. കാക്കു വണ്ടി തിരിച്ചെടുത്തിട്ടു. അപ്പം നമുക്ക് നേരെ പോകാം. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ വാപ്പാനെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ പോയപ്പോൾ ഞാൻ കാണിച്ചില്ല 2 ടർക്കി എടുത്തിരുന്നു. ഇമ്മ ടർക്കി എടുത്തിട്ട് തന്നെയാണ് പെരക്കരുത്. ഞാൻ എൻ്റെ ടർക്കി പാക്കിൽ ഇട്ടിട്ടുള്ളൂ. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറച്ചും കൂടി ഇനി അങ്ങോട്ട് കിടക്കും. ഇനിയിപ്പോൾ എല്ലാവരും എന്താ പറയുന്നത് അറിയോ? ഞാൻ പറയണമെന്ന് തോന്നരുത് കേട്ടോ. അനസ് വന്നു ഞാൻ പോരടും. എന്റെ സ്കൂളിലെ പാത്രത്തിലാട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. പിസ്റ്റാക്കി തരുന്നു. പോയിക്കോട്ടെ വിശ്വസിക്കാൻ പറ്റൂല. ഇമ്മയൊക്കെ കാണുന്നത് അതെന്തമ്മയാണത്? അപ്പൊ റെസ്പെക്ട് ചെയ്തതാ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് വഴിയൊക്കെ ഒന്ന് തെറ്റി. അപ്പോൾ ഞങ്ങൾ ഓരോ ഇതൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു ഞങ്ങൾ എന്തോ ഒരു ഓർമ്മയിൽ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വഴി തെറ്റി മനസ്സിലായത്. പിന്നെ ഒരു കൂട്ടം പോത്തുകളെ കണ്ടു കേട്ടോ. കൂടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. കുറേ ആടുകളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഒരു കൂട്ടത്തോടക്കനെ നടക്കണ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂരിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഈ കോയമ്പത്തൂരിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വേറെ ഒന്നും കൂടെ പറയില്ല, ഞാൻ ഉണ്ടായത് പറയാണ്. ഈ ഇങ്ങനെ തിരക്കി അങ്ങോട്ട് പോണത് ഇങ്ങോട്ട് പോണത് വളക്കണത് തിരിക്കണം ഒക്കെ റോട്ടിലാണ്. നിങ്ങൾ ചുണ്ടാലേ മെഡിക്കൽ സയൻസ് തമിഴില്. പിന്നെ വണ്ടിയിൽ കുറെ നേരം ഇപ്പൊ ഇങ്ങനെ ബോറടിച്ചു. ഞാൻ കുറെ മുടിയിൽ കാട്ടണോ സീറ്റ് എന്തൊക്കെയാ. ഞാൻ ഇങ്ങനെ ബോറടിച്ചു ഞാൻ എന്താ ഓരോന്ന് പറഞ്ഞ് ഓരോരുത്തരും കളിയാക്കുക, ഇങ്ങനെ എന്തൊക്കെയാ വെറുതെ ചിരിച്ച ഓരോന്ന് കാട്ടുക, അങ്ങനെയൊക്കെ കാട്ടിക്കൊണ്ടിരിക്കും കേട്ടോ ഞാന്. തമിഴ് ഈ കുട്ടീൻ്റെ അടുത്ത് ചൂടാകുമ്പോഴേ ഞാൻ അങ്ങനെ നോക്കുക. അപ്പൊ ചിരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആ കുട്ടീൻ്റെ അടുത്ത് പിന്നെയും ചൂടാവും. ഓ ഉണക്കം ഉണക്കം തന്നെ. ഞാൻ ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചു തരാം. ന്യൂട്രീഷൻ സെന്റർ സോമായ ഇതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ പേപ്പർ വായിച്ചിട്ട് ഇപ്പൊ വായിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ കരുണാന്തിന്റെ എന്തോ ഒരു ഫോട്ടോ ഒക്കെ കണ്ടു. ഇതെന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറയുണ്ടോ. ഞാനും എൻ്റെ അമ്മീന്റെ കാക്കൊക്കെ കുറെ ഇരുന്ന് ആലോചിച്ച് നോക്കി. വാപ്പാന്റെ ചിലപ്പോൾ ഭാഗം കിട്ടുന്നുണ്ടായിരുന്നില്ല. ആർക്കെങ്കിലും അറിയണമെന്ന് ഒന്ന് കമന്റ് ചെയ്യുണ്ടോ. എൻ്റെ അമ്മേനെ അതിനെ കുറെ നോക്കിയെടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ കുറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോരായിരുന്നു.
ഇങ്ങനെ ഞാൻ കണ്ടോ ഓരോന്ന് കാട്ടിയിട്ട് ഷാള് വെയിലിന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കാട്ടിയിട്ട് ഞാൻ കടന്നുറങ്ങുകയാണ്. പിന്നെ എനിക്ക് കാക്കോന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ ടർക്കൊക്കെ വിരിച്ചിട്ട് കാക്കോനെ നീച്ചപ്പുറത്തേക്ക് എത്തിയിട്ടൊക്കെ ഞങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയൊക്കെയാണ്. ഞാൻ അവിടെ ഉണ്ട് ഞങ്ങൾ സീറ്റ്. പക്ഷെ ഞാൻ ഇവിടെ മാത്രം ഗ്ലാസ് കൊണ്ടുപോയി ഇവിടെ ഉണ്ട് കേട്ടോ സീറ്റ്. ഇത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതാ നമ്മളെ കാർ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാൾക്കാർ നൂഡിൽസും വാപ്പ ഒരു പൊറോട്ടയും ഒരു ചപ്പാത്തിയും ചായയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ നൂഡിൽസാണ്, ചിക്കൻ നൂഡിൽസ്. അപ്പോൾ വന്നിട്ടില്ല. അപ്പം ഞാൻ ഇവിടുന്ന് രണ്ട് എൻ്റെ എസ് എച്ച് ബുക്ക് അടുത്ത സ്കൂൾ പോകുമ്പോൾ എസ് എച്ച് ബുക്ക് വേണം കേട്ടോ. എൻ്റെ എസ് എച്ച് ബുക്ക് വേണം കേട്ടോ. ഇതെല്ലാം കൊണ്ടുവന്ന് ഇതിന് ചോദിക്കണം മനസ്സിലാണ് അത് ഇതന്നെ വേണ്ടൂല്ലേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പൊ എല്ലാവർക്കും ബൈ. പാലക്കാട് എമറാത്തി റെസ്റ്റോറൻറ്റ് വരെ നല്ല രസമുള്ള ഫുഡാണ്. ചെറിയ കടയിൽ നിന്ന് നല്ല രസമുള്ള ഫുഡാണ്. അപ്പം എല്ലാവരും വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇവിടെ ഷവായ ഉണ്ട്, എല്ലാതും ഉണ്ട്, കുറേ സാധനങ്ങളുണ്ട്. എല്ലാവരും